Good morning, current affairs. ഇന്ന് സാറ്റർഡേ ആണ്, ഏപ്രിൽ 18. ഏപ്രിൽ 18 ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ മെയിൻ ന്യൂസ് പറയുന്നത് പോസ്റ്റ് ലോക്ക്ഡൌൺ ഇന്ത്യസ് ഇൻഫെക്ഷൻ ഗ്രോത്ത് റേറ്റ് ഹാസ് സ്ലോഡ് ഡൗൺ എന്നാണ്. അപ്പം അതായത് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കുകൾ അനുസരിച്ച് 3 ദിവസം കൊണ്ട് കേസസ് ഡബിൾ ആയിക്കൊണ്ടിരുന്നത് ഇപ്പൊ 6.2 ഡേയ്സ് എടുക്കുന്നു എന്നാണ് പറയുന്നത് കേസസ് ഡബിൾ ആകാൻ. അപ്പൊ ലോക്ക്ഡൌൺ ഒരു പരിധിവരെ സക്സസ് ആണെന്നാണ് ഗവൺമെന്റിന്റെ ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നത്. അതാണ് അതിൽ മെയിൻ ഹെഡിങ്ങിലെ അകത്തോട്ട് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇന്ത്യയിലെ ടോട്ടൽ കേസസ് ഇപ്പം 13,835 റീച്ച് ചെയ്തു, 452 ഡെത്ത്സും ഉണ്ടായി. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാ ദിവസവും അതാണല്ലോ ഇപ്പൊ മെയിൻ ന്യൂസ്. അതാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും വുഹാൻ അഡ്മിറ്റ്സ് ടു എറൈസ് ഹൈക്സ് ടോൾ ബൈ 50% എന്നൊരു ന്യൂസ് ഉണ്ട്. ഈ ചൈനയിലെ ഡെത്ത് ടോളും ചൈനയിലെ മരണവിവര കണക്കുകളും എല്ലാം കള്ളത്തരങ്ങളാണ്, ഒട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വേൾഡിന്റെ വലിയൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നലെ US ഒരു കണ്ടെത്തലുണ്ട്, അത് പൂർണ്ണമായി ശരിയാണെന്ന് പറഞ്ഞു. ഇവിടെ വുഹാനുള്ള ഒരു ലാബിൽ നിന്ന് ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന്, ഒരു റിസർച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ഈ വൈറസ് പുറത്തു വന്നാണ് ഈ ലോകത്ത് സ്പ്രെഡ് ആവാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ വാസ്തവമായിരിക്കാം. അതുപോലെ ഈ വുഹാനിലെ മരണസംഖ്യയൊക്കെ വെറും കള്ളമായിരുന്നു ഇപ്പം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ചൈനക്കാരെന്നല്ല ഈ ഡെത്ത് ടോള് 50% കൂട്ടി വുഹാൻ എന്ന് പറയുന്ന സിറ്റിയില്. ഇപ്പം എന്തായാലും എത്ര ട്രാൻസ്പെറന്റ് ആയിട്ടാണോ ഈ ചൈനയിൽ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ RBI ടു പമ്പ് ഇൻ ₹1 lakh crore എന്നാണ്. അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കാനുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 ലക്ഷം കോടി ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു പല മാർഗങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഈ മെയിൻലി ഇത് എന്തിനാണെന്ന് വെച്ചാൽ NBFCs അറിയാലോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, MFIs, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമാണ്. NBFCs പൊതുവെ അറിയപ്പെടുന്നത് ഷാഡോ ബാങ്ക്സ് എന്നാണ്. അപ്പൊ അവരൊക്കെ വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമേഴ്സിന്, ഇപ്പൊ ഞാൻ ഒരു NBFCയുടെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് മൊറട്ടോറിയം 3 മാസത്തേക്ക് എന്റെ ലോണിൽ തരാൻ അവർ ബാധ്യസ്ഥരാണ് ആസ് പെർ ദ ഡയറക്റ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ബട്ട് ഈ NBFCസിനും MFIസിനും ഒക്കെ ലോൺ കൊടുക്കുന്നത് അവർക്ക് നമ്മൾക്ക് തരുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്ന ബാങ്കുകളിൽ നിന്നാണ്. ഈ ബാങ്കുകൾ പക്ഷേ ഒരു മൊറട്ടോറിയവും ഈ NBFCസിനും MFIസിനും പ്രൊവൈഡ് ചെയ്യാൻ റെഡിയുമല്ല. സോ ദേ വിൽ ഫേസ് എ ക്രൈസിസ്, എ കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ക്രൈസിസ്. അപ്പം അവരെ ആ ക്രൈസിസിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ 1 lakh crore. അത് മാത്രമല്ല, നബാർഡിനും സിഡ്ബിക്കും ഒക്കെ ഈ RBI ഇന്നലെ മണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോരോ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, ക്രൈസിസും ഒക്കെ ഈസി ചെയ്യാനാണ്. അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന RBI എടുക്കുന്ന മെഷേഴ്സിൽ മൊത്തം 1 lakh crore ഒരു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ ആണ് അവർ മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പോണത്. ഒരു 50,000 crore ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ. ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി പലതവണ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ വഴി 50,000 crore അവർ ഉടനെ പിന്നീട് ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ 50,000 crore അവർ NBFCസിന് തന്നെയാണ് കൊടുക്കേണ്ടത്. നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനീസിന്, MFIs, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കൊടുക്കേണ്ടത്. പിന്നീട് ബാക്കിയൊരു 50,000 crore ഇന്ത്യയിലെ നബാർഡ്, സിഡ്ബി, NHB. നബാർഡ് എല്ലാവർക്കും പറയും, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, NHB നാഷണൽ ഹൌസിംഗ് ബാങ്ക്. ഈ 3 സ്ഥാപനങ്ങൾക്കായിട്ട് കൊടുക്കണം. അതിൽ 25,000 crore നബാർഡിനും 15,000 crore സിഡ്ബിക്കും 10,000 crore NHBക്കുമാണ്. അങ്ങനെ ഒരു ബൈഫർക്കേഷൻ ഇതെല്ലാം പഠിച്ചു വെച്ചാണ്. 25,000 crore നബാർഡിന്, 15,000 crore സിഡ്ബിക്ക്, 10,000 crore NHBക്കും ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു 50,000 crore. ബാക്കി 50,000 crore ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ വഴി ബാങ്കുകൾ കൊടുക്കും. ബാങ്കുകൾ പൂർണ്ണമായിട്ടും അത് NBFCസിനും MFIസിനും അവരുടെ ലിക്വിഡിറ്റി ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ RBIയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഒരു ലോൺ പോലുള്ള ഒരു സംഭവമാണ് WMA എന്ന് പറയുന്നത്, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്ന് പറയുന്നത്. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് അറിഞ്ഞിരിക്കുക. ഗവൺമെന്റുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഒരു ഒരു എമർജൻസി ലോണാണ്. ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് 60% കൂട്ടാൻ തീരുമാനിച്ചു. സെപ്പറേറ്റ്ലി RBI ഓൾസോ said it has increased the ways and means advance
limits of state by 60% over and above the levels as of March 31, 2020. March 31, 2020 ലെവൽ എത്രയായിരുന്നു അതിനേക്കാളും 60% കൂടെ കൂട്ടാൻ തീരുമാനിച്ചു സ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ള വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്. അപ്പോൾ സ്റ്റേറ്റുകൾക്ക് ഈ COVID-19 പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന വലിയ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ സ്റ്റേറ്റുകളെ സഹായിക്കാനാണ് ഈ ഒരു കാര്യം. ഒപ്പം ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവരുടെ എക്സസ് ലിക്വിഡിറ്റി പാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് കിട്ടുന്നത് പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾ പറയുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നാണ്. ആ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് ബാങ്കുകൾ RBIയുടെ കയ്യിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എക്സസ് ലിക്വിഡിറ്റി പാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അത് ഇന്നലെ RBI വീണ്ടും കുറച്ചു. 4% ആയിരുന്നു 3.75% ആയിട്ട് കുറച്ചു. എന്തിനായിരിക്കും അത്? ബാങ്കുകൾക്ക് RBIയിൽ അവരുടെ കയ്യിലിരിക്കുന്ന മണി കൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ സ്വാഭാവികമായിട്ട് അത് RBIയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് അൺഅട്രാക്റ്റീവായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ കൂടുതലായിട്ട് ലെൻഡ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് RBI ഇന്നലെ അങ്ങനെ ചെയ്തത്. അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റ് മാത്രം അവർ കുറച്ചു 3.75% ആയിട്ട്. അപ്പൊ ഇത്രയാണ്. ഒന്ന് 1 ലക്ഷം കോടിയുടെ ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് അവർ ടാർഗറ്റഡ് ആയിട്ട് ആർക്കാണെന്ന് പറഞ്ഞത് മാർക്കറ്റിലേക്ക് എന്ന് പറയാൻ പറ്റില്ല. NBFCസിനും MFIസിനും ലോങ് ടൈം റിപ്പോ ഓപ്പറേഷൻ വഴി 50,000 crore, ബാക്കി 50,000 crore 25,000 crore നബാർഡിന്, 15,000 crore സിഡ്ബിക്ക്, 10,000 crore NHBക്ക്. അത് കഴിഞ്ഞിട്ട് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് March 31, 2020 ലെവലിന്റെ 60% കൂടെ ഓവർ ആൻഡ് അബോവ് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് 3.75% ആയിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇതിനൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങൾ സെക്ടർ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണെന്ന് അകത്തെ പേജുകളിൽ പറയുന്നത് അതെല്ലാവരും വായിക്കണം. ഞാൻ അതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസ് ആയിട്ട് തരുന്നത്. പിന്നെ ഈ മൊറട്ടോറിയം ഒക്കെ അനൗൺസ് ചെയ്തെങ്കിലും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും EMIs കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നു എന്നാണ്. EMI എന്ന് പറഞ്ഞാൽ അറിയാം മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ്. അപ്പൊ അത്രയാണ് ഫ്രണ്ട് പേജിൽ. നേരെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡിൽ അടുത്ത വർഷം നടക്കുന്ന 2021 നടക്കുന്ന വിമൻ വേൾഡ് കപ്പ് വൺ ഡേ വിമൻ വേൾഡ് കപ്പിന്റെ ക്വാളിഫൈ ചെയ്തു. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു ക്വാളിഫയിങ് മാച്ച് ഉണ്ടായിരുന്നു. അത് ഉപേക്ഷിച്ചതുകൊണ്ട് ഇന്ത്യ ബെറ്റർ എന്തോ ആവറേജിന്റെ ഞങ്ങളുടെ ബേസിൽ ഇന്ത്യ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തു. അത്ര അറിഞ്ഞാൽ മതി, എങ്ങനെയാണെന്നൊന്നും വേണ്ട. ഇന്ത്യ 2021 ന്യൂസിലാൻഡാണ് വെന്യൂ. അവിടെ നടക്കാൻ പോകുന്ന ODI വിമൻ വേൾഡ് കപ്പിന്റെ ക്വാളിഫൈ ചെയ്തു. മിതാലി രാജാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. പിന്നെ ലേവർ കപ്പ് പോസ്റ്റ്പോൺ ചെയ്തു. റോട്ട് ലേവർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഗ്രേറ്റ് ടെന്നീസ് സ്റ്റാർ, അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ടെന്നീസ് ടൂർണമെന്റ് ആണ് ലേവർ കപ്പ്. ഒൺലി ഫോർ മെയിലിന് വേണ്ടി മാത്രമാണ് ഡേവിസ് കപ്പ് പോലെ ലേവർ കപ്പും. അത് ഈ വർഷം ഇല്ല, അത് പോസ്റ്റ്പോൺ ചെയ്ത് 2021 അതുപോലെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ICC ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ശശാങ്ക് മനോഹറാണ് അതിന്റെ ചെയർമാൻ. അതുപോലെ ഇന്ത്യയുടെ ചീഫ് ബാഡ്മിന്റൺ കോച്ച് ഗോപി ചന്ദിന്റെ പേര് അവിടെ കാണാം. ഇന്ത്യയുടെ വിമൻസ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ റാണി രാംപാലിന്റെ ഫോട്ടോ കാണാം. ഈ വർഷം ലാസ്റ്റ് നടക്കുന്ന അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റായ US ഓപ്പണിന്റെ ഫേറ്റ് എന്താണെന്ന് ജൂണിൽ ഡിസൈഡ് ചെയ്യും. അത് നടക്കുമോ എന്നുള്ള കാര്യം. സർദാർ സിംഗ്, ഇന്ത്യയുടെ ഒരു സമയത്ത് ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സർദാർ സിംഗിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കാണാം. പിന്നീട് അത്ര തന്നെയാണ്. അതുപോലെ I ലീഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. I ലീഗ് എൻഡ് ആയതായി ഉടനെ തന്നെ AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയുടെ ഫുട്ബോളിന്റെ ബോഡിയായ AIFF പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. I ലീഗിൽ ഓൾറെഡി ചാമ്പ്യന്മാരായി കഴിഞ്ഞു മോഹൻ ബഗാൻ. AIFFന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ. അദ്ദേഹത്തിന് അകത്ത പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജാണ് 13th പേജ്. അവിടെ NBFCs ഗെറ്റ്സ് ₹50,000 crore ലിക്വിഡിറ്റി ബൂസ്റ്റർ എന്ന് പറയുന്ന ന്യൂസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അനാലിസിസുകളാണ് അകത്ത്. ആ അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. കാരണം വളരെ വ്യക്തമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് അകത്തും പറയുന്നത്. പിന്നീട് പിന്നെ ഇൻഡസ്ട്രി ഹെയിൽസ് RBI മൂവ്. അത് ഈ RBI ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിനെ ഇൻഡസ്ട്രി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇൻഡസ്ട്രിയുടെ സർവേകളിൽ എസ്പെഷ്യലി MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ സെക്ടറിനെയൊക്കെയാണ് സഹായിക്കാൻ പോകുന്നത്. കാരണം NBFCs ലോൺ കൊടുക്കുന്ന കൂടുതൽ അത്തരത്തിലുള്ള ആൾക്കാർക്കാണെന്ന് അവർ അവിടെ പറയുന്നുണ്ട്. പിന്നീട് വേറെ കാര്യം വെച്ചാൽ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. കാരണം എന്ന് വെച്ചാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHBക്ക് 10,000 crore കിട്ടുന്നത് വഴി, അതുപോലെ സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 15,000 crore കിട്ടുന്ന വഴി അതും MSME സെക്ടറിനെയാണ് സഹായിക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ട്.
അതൊക്കെ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. പത്മജ ചന്ദ്രുവിന്റെ ഫോട്ടോ കാണാം. പത്മജ ചന്ദ്രു ഇന്ത്യൻ ബാങ്കിന്റെ സിഇഒ ആണ്. ഇന്ത്യൻ ബാങ്കിന്റെ സിഇഒ ആണ് പത്മജ ചന്ദ്രു. CHUNDURU. ചന്ദ്രജിത് ബാനർജി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ജനറൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായം കാണാം. TVS ഗ്രൂപ്പിന്റെ ചെയർമാൻ വേണു ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായം കാണാം. അതുപോലെ TVS മോട്ടോർ ബ്രിട്ടനിലെ ഐക്കോണിക് മോട്ടോർ സൈക്കിൾ കമ്പനിയെ നോർട്ടൺ ബൈ ചെയ്തെന്നൊരു ന്യൂസും കാണാം. നോർട്ടൺ NORTON. TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് ഹാസ് അക്വയർഡ് Britain's iconic sporting motorcycle firm Norton Motorcycles in an all-cash deal for a consideration of rupees 153 crore എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ പാരസെറ്റമോളിന് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന എക്സ്പോർട്ട് കർബുകൾ ഇന്ത്യ റിമൂവ് ചെയ്ത് തുടങ്ങിയെന്നൊരു ന്യൂസ് ഉണ്ട്. DGFT ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്, അവരാണ് ഓരോരോ സാധനങ്ങൾക്കുള്ള എക്സ്പോർട്ടിൽ കർബ് പിന്നീട് ഉണ്ടാക്കുന്നത്. DGFT ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. പിന്നീട് നിരഞ്ജൻ ഹിരന്ദാനി, അസോജത്തിന്റെ പ്രസിഡന്റ്. നിരഞ്ജൻ ഹിരന്ദാനി, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അസോജം ASSOCHAM, അസോജം അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. അതുപോലെ SDRനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. SDR എന്താണ്? SDR എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. IMFല് മെമ്പർ കൺട്രീസിന് പിന്നീട് ഫണ്ട് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു IMFന്റെ കറൻസി എന്നാണ് പറയുന്നത്. എക്സാക്ട് കറൻസി ഒന്നും അല്ല, ജസ്റ്റ് അത്ര അറിഞ്ഞിരുന്നാൽ IMFൽ ഉപയോഗിക്കുന്ന കറൻസി എന്നാണ് പറയുന്നത്. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. അവിടെ തന്നെ നിർമ്മല സീതാരാമന്റെ ഒരു ഫോട്ടോ കാണാം, ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഫോട്ടോ കാണാം. ഷിൻസോ അബെ, പ്ലീസ് അവോയ്ഡ് ഗോയിങ് ഔട്ട്. അബെ അപ്പീൽസ്. അബെ ജപ്പാൻകാരോട് പറഞ്ഞിട്ടാണ് പുറത്ത് പോകരുത് എന്ന്. നൈജീരിയയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നൈജീരിയയുടെ ക്യാപിറ്റൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജ, ABUJ, അബുജ. പിന്നീട് വേൾഡ് ബാങ്കിന്റെ ഹെഡിന്റെ ഒരു ഫോട്ടോയും വേൾഡ് ബാങ്കിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ നമുക്ക് ന്യൂസ് ആയിട്ടുണ്ട്. വേൾഡ് ബാങ്ക് ഡേവിഡ് മാൽപാസ് പ്രസിഡന്റ്. അതുപോലെ ജയർ ബോൾസനാരോയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജയർ ബോൾസനാരോ ബ്രസീലിന്റെ പ്രസിഡന്റാണ്. ജയർ ബോൾസനാരോ. പിന്നീട് ജർമ്മനിയുടെ ചാൻസലർ ഏഞ്ചല മെർക്കൽ, അവരുടെ സക്സസറിന് ആയിട്ട് പുതിയ ജർമ്മൻ ചാൻസലർ ആകാൻ പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരുടെ 1-2 പേരെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ അവിടെ ഉണ്ട്. റോഡ്രിഗോ ഡ്യൂട്ടർട്ടിയുടെ ഫോട്ടോ കാണാം. റോഡ്രിഗോ ഡ്യൂട്ടർട്ടി ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റാണ്. ഏഷ്യയിലെ ഒരേ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ മനിലയാണ്. പിന്നീട് അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ പിന്നെ വലിയ കാര്യമൊന്നുമില്ല, കാരണം ഫുൾ COVID-19 പ്രോബ്ലത്തിനെ കുറിച്ചാണ്. 11th പേജിലും 10th പേജിലും ഒക്കെ. പിന്നീട് AFMSും കൂടെ ഇതിനകത്തോട്ട് COVID-19 പിന്നീട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. AFMS എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസ് അറിഞ്ഞിരിക്കുക. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടില്ലേ? ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിന്റെ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ AFMS അണ്ടറിലാണ് അതെല്ലാം വരുന്നത്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് അവരും കൂടെ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ സാധാരണ സിവിലിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും ഹെൽത്ത് ഒഫീഷ്യൽസിനെയൊക്കെ അവരും ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാൻ പോയാണ്. AFMS അറിഞ്ഞിരിക്കുക. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് അവരുടെ അണ്ടറിലാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അല്ല. പിന്നെ കിസാൻ രഥ് RATH ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്ട്രി ലോഞ്ച് ചെയ്ത പുതിയൊരു ആപ്പാണ്. ഇൻ എ ബിഡ് ടു ഈസ് ദ ഡിസ്റപ്ഷൻ ഓഫ് അഗ്രികൾച്ചറൽ സപ്ലൈ ചെയിൻസ് എസ്പെഷ്യലി ഫോർ പെരിഷബിൾ പ്രൊഡ്യൂസ്, ദ അഗ്രികൾച്ചർ മിനിസ്ട്രി ഹാസ് ലോഞ്ച്ഡ് എ കിസാൻ രഥ് മൊബൈൽ ആപ്ലിക്കേഷൻ which will connect farmers and traders to a network of more than 5 lakh trucks and 20,000 tractors. അതായത് ഈ പെരിഷബിൾ ഗുഡ്സ് ഒക്കെ പെരിഷബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രക്സ് ട്രാക്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് കണ്ടെത്താൻ അവരുടെ അടുത്തുള്ള കാര്യം. ലോക്ക്ഡൌൺ പീരീഡ് ആണല്ലോ, അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ മിനിസ്ട്രി കൊണ്ടുവന്ന ഈ ട്രക്സും മറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ആപ്പാണ് കിസാൻ രഥ് അറിഞ്ഞിരിക്കുക. പിന്നെ ആർമി 8ാമത്തെ പേജിലേക്ക് വരുമ്പോൾ ആർമി ചീഫിന്റെ ഫോട്ടോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർമി ചീഫ് ആരാണെന്ന്. മനോജ് നരവാണെ.
മനോജ് നരവാണ്. രമേശ് പൊക്രിയാൽ ഇന്ത്യയുടെ പിന്നീട് HRD മിനിസ്റ്റർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്ററിന്റെ ഫോട്ടോ കാണാം. ബംഗാളിന്റെ ഗവർണർ ജഗദീപ് ധൻകറിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാം. ബംഗാളിന്റെ ഗവർണർ ജഗദീപ് ധൻകർ. പിന്നീട് നമ്മള് 7th പേജിൽ ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജിൽ ഒന്നുമില്ല. 6th പേജിൽ helping a lending hand. The RBI has made life easier for banks. It has given the government the cue for a fiscal support plan എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇത് ഇന്നലെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ വിശദമായ ഒരു വിവരണം അല്ലെങ്കിൽ അനാലിസിസ് ആണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അത് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായി. എല്ലാവരും അത് വായിക്കുക. പിന്നീട് എ സീസൺ ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ എഡിറ്റോറിയൽ, അത് IMD യെ കുറിച്ചാണ്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ നോർമൽ മൺസൂൺ ആയിരിക്കും ഈ വർഷം രേഖപ്പെടുത്താൻ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് എ സീസൺ ഓഫ് ചേഞ്ച്. നമ്മൾ IMDയുടെ പ്രഡിക്ഷൻസിനെ കുറിച്ച്. അത്ര തന്നെയാണ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എക്കണോമിക് ടൈംസിൽ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിൽ. മറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല. RBI offers ₹1 lakh crore balm to ease COVID plan, COVID pain. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് അത് തന്നെയാണ് ഇന്നത്തെ എക്കണോമിക് ടൈംസിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ബീഹാർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സുശീൽ കുമാർ മോഡിയാണ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സുശീൽ കുമാർ മോഡിയാണ്. പിന്നീട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എക്കണോമിക് ടൈംസിലും ഉള്ളത്. ബാക്കി ബിസിനസ് റിലേറ്റഡ് ന്യൂസുകളാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സസൈസിൽ വായിക്കാനുള്ള RBI to pump in ₹1 lakh crore എന്ന് പറയുന്ന ഫസ്റ്റ് ന്യൂസ്. അത് എഡിറ്റോറിയൽസ് രണ്ടും, അതും RBI കുറിച്ച് ഹെൽപ്പിംഗ് എ ലെൻഡിംഗ് ഹാൻഡ് ഫസ്റ്റ് എഡിറ്റോറിയൽ, സീസൺ ഓഫ് ചേഞ്ച് എന്ന സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ അതേ പിന്നെ അവിടെ ഒന്നുമില്ല. അത് നമ്മള് ബിസിനസ് പേജിലേക്ക് നേരെ പോവുക. ബിസിനസ് പേജിൽ 13th പേജിൽ NBFCs get ₹50,000 crore ലിക്വിഡിറ്റി ബൂസ്റ്റർ എന്ന് പറയുന്ന ന്യൂസ്. പിന്നീട് മൊറട്ടോറിയം പീരീഡ് വിൽ നോട്ട് കൗണ്ട് ഫോർ NPA പർപ്പസ് RBI. ഇത്രയും ന്യൂസുകളാണ്. മൊറട്ടോറിയം പീരീഡ് വിൽ നോട്ട് കൗണ്ട് ഫോർ NPA പർപ്പസ് RBI. ഇത്രയും ന്യൂസുകളാണ് വായിക്കാറുള്ളത്.